ഇതുപോലെയുണ്ട് രണ്ട് സൈഡിലും. ഏതോളാം അപ്പൊ മഴ പെയ്തു ഇവിടെ കയറി നിൽക്കുവാണേ. ഹായ് പാഗ് കേട്ടോ, അടിപൊളി. ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും. പക്ഷെ മഴ നല്ല മഴയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴ കാരണം ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് നമ്മളുള്ള സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ലോക പ്രശസ്തമായ ബീച്ചുകളിലൊന്ന് നമ്മുടെ ഈ സ്വന്തം ട്രിവാൻഡ്രത്തെ കോവളമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ബീച്ചിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a fifth of Patron and a കോവളം ബീച്ച് സൈഡിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പ്രധാനമായും 3 ബീച്ചുകളാണ് കേട്ടോ വരുന്നത്. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ച് തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഹൗവ ബീച്ചും അതുപോലെ തന്നെ നമ്മുടെ സമുദ്ര ബീച്ചും. ബീച്ച് ഇപ്പോൾ ക്ലോസ്ഡ് ആണ് ഗൈസ്. ഈ ഒരു ബീച്ച് ക്ലോസ്ഡ് ആണ്. വേറെ സൈഡിൽ വേറെ ബീച്ച് ഉണ്ടോ നോക്കാം. അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഉണ്ട് ആ റോഡിൽ കൂടെ പോകുമ്പോൾ ഇതുപോലെയുണ്ട് രണ്ട് സൈഡിലും. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79. ഞാൻ ഇവിടെ വരണമെന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ല, വേറൊരു ആവശ്യത്തിന് വേണ്ടി. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ വന്നതാണ് കേട്ടോ. പിന്നെ സൗണ്ട് ഒന്നും ഓക്കെ അല്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യുക. കോൾഡ് കാരണം സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന സ്പോട്ട് വന്നിട്ട് നമ്മുടെ ലൈറ്റ് ഹൗസ് ബീച്ചാണ് കേട്ടോ. ലൈറ്റ് ഹൗസ് ബീച്ചിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഷോപ്പിങ്ങിനായാലും പിന്നെ അതുപോലെ തന്നെ റിസോർട്ട്സ്, ആയുർവേദ സ്പാ, അങ്ങനത്തെ കാര്യങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. സീ ഫുഡിൻ്റെ ഒരുപാട് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയ സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇവിടുത്തെ ബീച്ച് ഈ ഒരു ബീച്ചാണ് ഈ വരുന്നത്. അപ്പം മഴയൊക്കെ കാരണം ഫുൾ ലൈറ്റൊക്കെ കയറൊക്കെ കെട്ടിയിട്ടേക്കുവാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് ബീച്ചിന് അങ്ങോട്ട് പോകാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നറിയില്ല ഗൈസ്. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞൂടെ? ഇവിടെ നല്ല സൗണ്ടാണ്, പിന്നെ തൊണ്ട പോയിരിക്കുവാണ്. അപ്പോൾ ബീച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കോവളം ബീച്ചിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ 2-3 ബീച്ചുണ്ട്. അതിൽ ഒരു ബീച്ചിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വാ. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired. Guys, ഞാൻ പണ്ടൊരിക്കൽ
കോളത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സെയിം ഒരു സാരി ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിപ്പോഴും എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു. നല്ല ഷോപ്പാണ്. അതാ നോക്ക്, നിറയെ സാധനങ്ങളാണ്. ബേസിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ. എനിക്കൊന്ന് ബ്ലാക്ക് ആണ് കുറച്ചുകൂടെ. ഇത് എടുക്കണോ അതോ അതിൽ നിന്ന് എടുക്കണോ? ഉണ്ട് കേട്ടോ, അകത്ത് കുറേ സാധനങ്ങളുണ്ട്. അത് വേണ്ട, ഇത് ഇഷ്ടപ്പെട്ടു. ഇതിൽ ഈ രണ്ട് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിന്റെ കളർ പോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏതോളാം ഇത് കൊള്ളാം. ഫൈനലി ഞാൻ ഈ സാധനമാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ നിറച്ചും സ്റ്റോൺ, റിയൽ സ്റ്റോൺ ആണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ ഇവിടുത്തെ ബീച്ചുകളിൽ ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ചോദിച്ചപ്പോഴെല്ലാം അവർ വൺ റേറ്റ് ആണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ പ്രോഡക്ട്സിനും വൺ റേറ്റ് പറയും. നമ്മളതിന് നേരെ പകുതിയാക്കി പറയാം. ഞാനിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിനും ഇരട്ടി റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് നേരെ പകുതിയാക്കി പറഞ്ഞിട്ടാണ് ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഷോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഞാനിവിടെ ബാഗിന് റേറ്റ് ചോദിച്ച സമയത്ത് ഈ ഒരു ലേഡി ആണെങ്കിൽ, ഇവിടുത്തെ ഷോപ്പിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു, അവരാണെങ്കിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അവർ ഓരോ കസ്റ്റമറിനോട് ഓരോ റേറ്റാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ മുന്നിലോട്ട് നമ്മൾ നടന്നു പോകുന്തോറും ചെറിയ ചെറിയ കോഫി റെസ്റ്റോ ബാറുകൾ പോലത്തെ ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. വീണ്ടും മുന്നിലോട്ട് പോകുമ്പോൾ ഒരുപാട് ഡ്രസ്സിൻ്റെ കടകളാണ് കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല, ചെറിയ ചെറിയ ആയുർവേദ സ്പാ പോലത്തെ റിസോർട്ടുകൾ, അതായത് മെയിനായിട്ടും വിദേശികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളുള്ളത്. നമ്മുടെ നാട്ടിലുള്ളവർ ഇവിടെ വന്ന് സ്റ്റേ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം അതെല്ലാം എനിക്ക് പുതിയൊരു അനുഭവമായിട്ട് തോന്നി. കാരണം കോവളത്ത് ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടൈം പോയിട്ടുള്ളത് തന്നെ തീരെ കുന്നിലായിരുന്നു. ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഷോപ്പിംഗ് സ്പോട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടത്തില്ല. ഒന്നും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചുമ്മാ എല്ലാത്തിൻ്റെ റേറ്റും ഡിസൈനും ഒക്കെ വെറുതെ നോക്കാറുണ്ട്. എന്താണെന്നറിയില്ല, ഒരു ശീലമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ശീലം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ കേട്ടോ. Do you hear that? My sanity about to break while everyone I know's out. നമ്മളിപ്പോ പോകാൻ പോകുന്നത് ആ കാണുന്ന ലൈറ്റ് ഹൗസിലാണ് കേട്ടോ. അപ്പം ലൈറ്റ് ഹൗസ് എന്ന് പലതവണ കേട്ടിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്നത് ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് കാണാൻ പറ്റിയില്ല. വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കാര്യം എന്നുള്ളത്. ഗായ്സ്, ഇവിടുത്തെ ഡ്രസ്സസ് കേട്ടോ അടിപൊളി. ഭയങ്കര റേറ്റാണ് എല്ലാത്തിനും. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. ഭയങ്കര ഒരുപാട് കടകളുണ്ട്. കടകളാണെങ്കിൽ തീരുന്നില്ല. ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കടകള്. ലൈറ്റ് ഹൗസിന്റെ അവിടം വരെ കടകളാണ് കേട്ടോ. അപ്പം വയ്യ, മഴയും കൂടെ പെയ്യുന്നുണ്ട്. എന്താവും എൻ്റെ കണ്ടീഷനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഫുൾ കടകളാണ്, രണ്ട് സൈഡിലും കടകളാണ്. ഒരുപാട് സാധനങ്ങൾ, പക്ഷെ എല്ലാം ബീച്ച് വൈബുള്ള വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഉള്ളത്.
നമുക്ക് ഡ്രീം ക്യാച്ചേഴ്സ് ഒക്കെ കിടപ്പുണ്ട്. ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. 650 ആണ് റേറ്റ് വരുന്നത്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആണ് കേട്ടോ, ഒരുപാട് സീനിയേഴ്സ് ആണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് പീസ്ഫുള്ളായിട്ടിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് കൂടുതലും. വർക്കല ബീച്ചസ് ഒക്കെ പോലെ ഒരു പാർട്ടി വൈബ് അല്ലെങ്കിൽ ഒരു തിരക്ക് അങ്ങനെയൊന്നും എനിക്കിവിടെ കാണാൻ പറ്റിയില്ല. മഴയായതുകൊണ്ടാണോ എന്നറിയില്ല, എന്നാലും അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു കാം അന്തരീക്ഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മഴ പെയ്തു, ഇവിടെ കയറി നിൽക്കുവാണേ. ലൈറ്റ് ഹൗസ് അവിടെയാണ് കേട്ടോ, പോകാനുള്ളത് അങ്ങോട്ടാണേ. ഞാനിപ്പോ ലൈറ്റ് ഹൗസിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ലൈറ്റ് ഹൗസ് അടച്ചിട്ടേക്കുവാണ്. മഴ കാരണം കൊണ്ടാണ് അടച്ചതെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. ഓൾറെഡി ഇവിടെ 6 മണി വരെയൊക്കെ ഉള്ളതാണ്. പക്ഷെ നല്ല മഴയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മഴ കാരണം ക്ലോസ്ഡ് ആണ് കേട്ടോ. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a 5th of Patron and a blender. Baby, slipping on a swimsuit is ഗായ്സ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് സമുദ്ര ബീച്ചിലാണ് കേട്ടോ. സമുദ്ര ബീച്ച് പാർക്ക്. ആ ബാക്കിൽ കാണുന്നതാണ് ബീച്ച്. അപ്പോൾ നമ്മൾ നിന്ന കോവളം ബീച്ചിന്റെ കുറച്ചടുത്താണ് ഈ സമുദ്ര. മഴയാണ് മെയിനായിട്ട്, നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, അടിപൊളി. കോവളത്തെ ബീച്ചുകളുടെ പ്രധാനപ്പെട്ടൊരു ബീച്ച് ഭാഗമാണ് ഈ ഒരു സമുദ്ര ബീച്ച്. ഇതൊരു പാർക്കോട് കൂടിയാണ് വരുന്നത്, സമുദ്ര ബീച്ച് പാർക്ക്. അപ്പോൾ വളരെ കാമായിട്ടിരിക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമാണ്. മാത്രമല്ല ഇവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റിയൊരു ആംബിയൻസ് ആണ് കേട്ടോ. മഴയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വരും, ഇങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റ് എടുക്കണമെന്ന്. വേണ്ടെന്ന്, എങ്ങോട്ട് കയറുന്നതിന് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, വെറുതെ അങ്ങ് പോന്നാൽ മതി. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ക്ലീൻ ആൻഡ് നീറ്റാണ്. അപ്പോൾ അത് നിങ്ങളതുപോലെ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. പിന്നെ കാമായിട്ട് വന്നിരിക്കാൻ പറ്റുന്നത് കുറച്ച് ടൈമൊക്കെ നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇവിടുത്തെ കടലിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ കടൽ കയറി കിടക്കുവാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു. ഗായ്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സമുദ്ര ബീച്ച്. അവിടെയാണ് പാർക്ക് വരുന്നത്. പാർക്കിന്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ബീച്ച്. ഇവിടെ ഫുൾ കടലൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇറങ്ങാനും പറ്റില്ല. നോക്ക് ഡോഗി. അപ്പം ബീച്ച് ഫുൾ കയറിയിട്ടുണ്ട്. ഇവിടെ ഫുൾ വേസ്റ്റ് ആണ്. ഞാൻ മുന്നേ ഒരു തവണ ഇവിടെ വന്ന സമയത്ത് ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും ഇതൊക്കെ ആയിരുന്നു. ഇപ്പം ബീച്ച് കയറിയത് കാരണം മഴ ക്ലൈമറ്റിന്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, എന്നാലും തിരക്കുണ്ട് അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യൂ വരുന്നത്. Do you hear that? My sanity about to break while everyone I know's out. On a trip, on a boat, on a lake. I'm tired of feeling all FOMO. Babe, I don't even care if we stay home. Put our to-do list on ice. Crank the AC to 79 and make a little island right here. And there ain't a palm tree in sight, but there's not a cloud in your blue eyes. If we need a drink, I'll be the bartender. I got a 5th of Patron and a blender. Baby, slipping on a swimsuit is overrated. We don't need a beach to get a half naked. Life's too short. Let's not waste it, 'cause paradise is wherever we make it. Paradise is wherever we make it. Till the sun's up Monday. We'll tell. അപ്പം എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഉദയസമുദ്ര റിസോർട്ട്.
നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു റിസോർട്ട്. അതിന്റെ ബാക്കിലാണ് ഈ ഒരു ബീച്ച് വരുന്നത്. ഈ സൈഡിലാണ് റിസോർട്ട് വരുന്നത്. ഗായ്സ്, അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതൊക്കെയാണ്. അപ്പോ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം നമ്മുടെ കോവളം ബീച്ചിലോട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തന്നിട്ടുണ്ട്. 2-3 ബീച്ച് ഞാൻ ഇതിൽ ഇൻട്രൊഡ്യൂസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടിയിട്ട് ഓൺ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ മതിയല്ലേ? ഓക്കെ ഗൈസ്, ബൈ. ഗൈസ്, അപ്പം സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തൊണ്ടയെല്ലാം അടിച്ച് പോയി, ഫുൾ പോയിരിക്കും. എന്തുവാ അതെന്ത് ഷോട്ട്?